ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സ്റ്റോർ തന്നെയാണ് അൽമാര ബൈ പൊളിറ്റിക്കൽ സിൽക്സ്. അൽമാര കുറച്ച് 2 years ആയിട്ട് അവർക്ക് ഓൺലൈനാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർ ഫിസിക്കൽ സ്റ്റോറായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സിൽക്സ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോർ തന്നെയാണ് കുറേ വർഷങ്ങളായിട്ട്. സിറ്റി സ്റ്റോർ കൊച്ചിയിൽ ഇത്ര വലിയൊരു ഷോറൂമായിട്ട് 6 floors സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒരു വെഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. അപ്പോൾ അതിന് അത് നമുക്ക് അറിയാം, വലിയൊരു സിനിമയുടെ ഒരു ഭാഗമാണെന്നുള്ളൊരു അറിവുണ്ട്. അതിൽ കൂടുതൽ അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. യെസ്, സ്വർഗവാസം. യെസ്, ആദ്യത്തെ 21 വെഡിങ് കസ്റ്റമേഴ്സിന് ഒരു ക്യാഷ് ബാക്ക് ഒരു നേടാൻ പറ്റുന്നൊരു ഇതും കൂടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യത്തെ 21 കസ്റ്റമേഴ്സിനാണ്. അപ്പോൾ അത് വലിയൊരു എന്താ പറയുക, ഒരു ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ടൊരു വലിയൊരു ഡീൽ തന്നെയാണ്. റൂംസിൽ ഒരിക്കലും 2 floors ഒന്നും ആരും ഇതുവരെ ചെയ്തിട്ടില്ല. ഇവരെ ഒരു എസ്പെഷ്യലി 2 floors വരെ റൂംസിന് വേണ്ടി തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങളുടെ ബർത്ത്ഡേ കിട്ടിയപ്പോൾ നല്ലോണം ചെയ്യാൻ പറ്റും. അങ്ങനെയില്ല, മലയാളത്തിന് എനിക്ക് തോന്നുന്നു പുതിയ ഒരു അതിൻ്റെ ഒരു ഇത് മാത്രമല്ല. അത് മലയാളം ചെയ്യുന്നില്ല അങ്ങനെ ഒന്നും ഒരിക്കലും അല്ല. മലയാളത്തിൽ നല്ലത് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ചെയ്യും. ഏതാ അത് പറയാൻ പറ്റില്ല. ഞാൻ സിനിമ ചെയ്തിട്ട് 2 വർഷമായി. സാറ്റർഡേ നൈറ്റ് ആയിരുന്നു എൻ്റെ അവസാനമായിട്ട് വന്ന സിനിമ. അങ്ങനെ ബുക്ക് മാർക്ക് അങ്ങനെയൊന്നുമില്ല. കിട്ടുന്ന നല്ല റൂൾസ് ചെയ്യുന്നു. അത് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാത്തിനും അതിൻ്റെ കിട്ടാറുമുണ്ട്. എല്ലാ ആക്ടേഴ്സിനും എല്ലാ റോളും ചെയ്യാൻ ആഗ്രഹമുണ്ട്. നമുക്ക് കിട്ടിയാൽ നമ്മൾ എല്ലാവരും ചെയ്യും. അതെ, തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു റോളോ അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റ് വന്നാൽ എന്തായാലും ചെയ്യുന്നതാണ്. നമുക്ക് വന്നാലേ അല്ലേ നമുക്ക് തന്നെ ഇരുന്ന നമ്മൾ ആ സൈക്ലോണിന് ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ വരുന്നത്. ബട്ട് ഇതുവരെ ടച്ച് വുഡ് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ലാതെ നല്ല റെസ്പോൺസ് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തോന്നിയിട്ടില്ല, പക്ഷേ വഴിയിലേക്ക് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് തമിഴിൽ എനിക്കറിയില്ല. ഞാൻ 2 years ബാക്കാണ് സ്വർഗവാസത്തിൽ സ്ക്രിപ്റ്റ് കേൾക്കുന്നത്. അന്ന് അത് കേൾക്കുമ്പോൾ അവരെന്നെ എനിക്ക് തോന്നുന്നുണ്ട് there are good actors. അപ്പം എല്ലാവരും അതെ, തീർച്ചയായിട്ടും. ഇനി അത് പറയോ? സാനി പറഞ്ഞു എന്റെ കാര്യമല്ലേ. പുഷ്പാഞ്ജു കാണാൻ പോവാണ്. ഞാൻ ആക്ച്വലി രാവിലത്തെ ഷോയ്ക്ക് പോവാൻ 10 o'clock എന്റെ ഫ്രണ്ട്സൊക്കെ പോയി. അപ്പോഴാണ് ഇവിടെ ടാലന്റ് തന്നെ. അതാ പറഞ്ഞത്, പുതിയ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും